ഇത് ഞാൻ തുടങ്ങി വെച്ച കളിയാ, ഞാൻ തന്നെ ഇത് തീർക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണ് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്ന് അതുപോലെ വണ്ടി കയറാം. നമ്മളെ പ്രൈവറ്റ് ബസ്സൊക്കെ ഇതിലങ്ങനെ ഓടുന്നുണ്ട് ഗൈസ്, നമ്മളെ പ്രൈവറ്റ് ബസ്. അപ്പം ഇത് നമ്മൾ ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ അത് നമ്മളെ മിസ്സുബിഷി പജറോയാണ്. അപ്പം നമ്മളെ കയ്യിലുള്ള ലെക്സസ് നമ്മൾ കൊടുത്തിട്ട് ഗൈസ് എന്നിട്ട് മേടിച്ചാണ് ഗൈസ്. ജസ്റ്റ് ഒന്ന് തട്ടിയെന്ന് നോക്കണ്ട ഗൈസ്. നമ്മൾ വണ്ടി എന്ത് കിട്ടിയാലും നമ്മൾ ജസ്റ്റ് തട്ടിച്ചാൽ സുഖം ഉണ്ടാവില്ല. അത് പജീറോ നമ്മൾ എടുത്തേക്കാണ് ഗൈസ്. ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ഏത് വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഏതായാലും നമുക്ക് വണ്ടി എല്ലാം ഇറക്കാം. പിന്നെ വില കൊണ്ട് തോറ്റ് ഗൈസ്. നമുക്കേതായാലും നേരെ അവിടുന്ന് നേരെ കൂടിയിട്ട് കൊമ്പന്നെ അത് ഒരു ഹൈ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളൊക്കെ കംപ്ലീറ്റ് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് ഗൈസ്. കാരണം നമ്മളൊരു വർഷം അവിടെ പോയി ജോലി എടുത്താണ്. കൊമ്പത്ത് ധാരാവി പോയാണ്ട് പോയി കുറേ വണ്ടിയൊക്കെ ഡ്രൈവറായിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നിട്ടുണ്ട്. നമ്മളെ ആകെ ഒരു എല്ലാ വണ്ടിയും നമ്മൾ ട്രിപ്പ് പോയിരുന്നു. പക്ഷേ ആകെ ഒരു ഇന്നൊരു ട്രിപ്പ് നമ്മൾ പോയില്ലായിട്ട് ഗൈസ്. കമൻറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ് നമുക്ക് ഒരു ട്രിപ്പ് പോകണം വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഷോറൂം എത്തിപ്പോയി ഗൈസ്. അപ്പം നമ്മളെ വണ്ടി ഇവിടെ വെക്കുക ഗൈസ്. ഇപ്പം ഷോറൂമിൽ പോയാണ്ട് 2 HRൻ്റെ ചേസ് ബുക്ക് ചെയ്യാണ്ടിട്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് ബുക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് വരാം. ഇപ്പം ഒരു HRൻ്റെ ചേസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി രണ്ടാമത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. HRൻ്റെ 2 ചേസാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇനി നമുക്ക് നേരെ വിടാം ലൈലാൻഡിൻ്റെ ഷോറൂമിലേക്കാണ് ഗൈസ്. ലൈലാൻഡ് ഷോറൂമിൽ നിന്ന് ഒരു ചേസ് കൂടി ബുക്ക് ചെയ്യാണ്ടിട്ട്. അപ്പം എങ്ങോട്ട് അതൊക്കെ വിചാരിക്കുന്നുണ്ടാവും. വേറെ എന്തല്ലോ ഗൈസ്, അപ്പോൾ ഒരു സർപ്രൈസാണ് ഗൈസ്. അപ്പം ഞാൻ പറയാം സർപ്രൈസ്. ഇപ്പോൾ 3 ചേസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു ചേസ് എന്ന് വെച്ചാൽ മിനി ചേസാണ് ഗൈസ്. മിനി ബസ് ചേസാണെന്ന് ചോദിച്ചാൽ അടുത്ത ഗൈസ് ഒരു മിനി ബസ്സിനുള്ള ചേസാണ് ഗൈസ്. അപ്പോൾ നമ്മളെ മിനി ബസ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിലുള്ള ഒട്ടുമിക്ക ഒരുപാട് ബസ് നമ്മൾ സോൾഡ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതൊക്കെ എങ്ങനെ സോൾഡ് ഔട്ട് എന്ന് ചോദിച്ചാൽ വേറെ എന്തല്ല ഗൈസ്, എന്തോ ഒരു പ്രോബ്ലം പറ്റിയാണ്ട് സോൾഡ് ഔട്ടായി പോയതാണ് കേട്ടോ ഗൈസ്. ഇത് ചെയ്യാനാണ് ഗൈസ്. ഒക്കെ പോവാണല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ ലൈലാൻഡിൻ്റെ ഷോറൂമിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് വണ്ടി ഉള്ളിലോട്ട് കയറ്റാൻ സ്പേസ് ഒക്കെ ഇട്ടിട്ട് നേരെ ഉള്ളിലോട്ട്. ഇപ്പോൾ ഗൈസ് ഒരു ചേസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോകുന്നത് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകുന്നത് ഗൈസ്. എല്ലാ വണ്ടി നമ്മൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ നോക്കണേ. ഓരോ പ്രൈവറ്റ് ബസ് എടുക്കാൻ സോൾഡ് ആയിട്ട് പോയിട്ടുണ്ട്. മഞ്ചത്തിയൊക്കെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. മഞ്ചത്തി നമുക്ക് കാണിച്ചു തരാം. മഞ്ചത്തി കാണിച്ചു തരാനൊന്നുമില്ല. ഇപ്പോൾ വൈറ്റാക്കി കൊടുത്തിട്ട് ഗൈസ് അത്ര ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ മഞ്ചത്തി. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ വെച്ചിട്ടാണ് പോയിട്ട് ഗൈസ്. ഫുള്ള് വൈറ്റ് ആക്കിയിട്ടുണ്ട്. മറ്റേ ഓറഞ്ച് സ്റ്റിക്കറൊക്കെ പറിച്ചിട്ട് ഗൈസ്. ആരൊക്കെ കുറച്ചിൻ്റെ മോനെ നമ്മളെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. എന്ത് ചെയ്യാനാണ്, തിരിച്ച് പിടിക്കാൻ ഞങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് തിരിച്ച് പിടിക്കാം. പിന്നെ നമുക്ക് ഇനി ഒരു വണ്ടി ഒന്നും കാട്ടാൻ കഴിയില്ല, പോകണ പോയിക്കോട്ടെ ഗൈസ്. ഇതിന് വലിയൊരു മുതൽ വരാൻ പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യും ഗൈസ്. പോകട്ടെ ഗൈസ്. പോകാനോട് ഡാറ്റ പറയട്ടെ ഗൈസ്. ഇത് ലേറ്റ് വർക്ക് ചെയ്ത് ഗൈസ്. ഓൾറെഡി തന്നെ വർക്കാണ് കേട്ടോ ഗൈസ്. വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയാണ്. ഇങ്ങനെ പോകണമെങ്കിൽ ഈ വണ്ടി ടൂറിസ്റ്റ് ബസ് ആക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. അച്ചാതി ലേറ്റ് വർക്കാണ് ഈ വണ്ടി വെച്ച് ഗൈസ്. എന്നുവെച്ചാൽ ഇൻറ്റീരിയറൊക്കെ ഫുൾ വർക്കും ചെയ്ത് വെച്ചിരുന്നിട്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ്.
പ്രൈവറ്റ് ബസ്സായിട്ട് ഇത്രയും വർക്ക് ഇരിക്കില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിന് ഗ്ലാസ് ഒട്ടിച്ചുകൊണ്ട് ഒന്ന് കാണും ഗൈസ്. പിന്നെ അപ്പം ഗൈസ് അങ്ങനെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു നമുക്കൊരു കോൾ വന്ന് നമ്മളെ വണ്ടി തട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഇവിടെ ഒരു എന്തെങ്കിലും ബീസ്റ്റ് നമ്മളെ തട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതായത് നമ്മൾ അർബാനിയ പെയിൻറ്റ് വർക്ക് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ ഇനി ഗൈസ്. കാരണം പുതിയ പെയിൻറ്റ് എടുത്താണ് ഗൈസ്. അപ്പോൾ വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ എല്ലാവരും കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കയറിക്കോളും. നമുക്ക് നേരെ ഇനി വണ്ടി ഇട്ട് പോവാണ്. നേരെ നമുക്ക് ആക്സിഡൻ്റ് ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. കാരണം വെറുതെ വെച്ച വണ്ടിയാണ്. ഏതായാലും ഭാഗ്യമായി ഈ വണ്ടി എടുത്ത് പോകാൻ കഴിഞ്ഞിട്ട് ഗൈസ്. KSRTC കണ്ടപ്പോഴാണ് മനസ്സിലായത് KSRTC മേലാണ് കേട്ടോ വണ്ടി തട്ടിയത്. മുന്നേ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ച് പൊളിഞ്ഞ് ഒരു ഉപ്പാട് ഇളകിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പറന്നടിച്ചാണ് കേട്ടോ പോകുന്നത് ഗൈസ്. നേരെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. കുറച്ച് മുന്നിലാണ് എന്നാട്ടോ പറഞ്ഞ ആക്സിഡൻറ്റ്. അപ്പോൾ ഏതായാലും വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സൈഡൊക്കെ വെക്കാം ഗൈസ്. ഇങ്ങനെ ഇവിടെയാണ് വണ്ടി ആക്സിഡൻറ്റ് ആയിരുന്നു. അടുത്ത വളവിൽ വണ്ടി കിടക്കുമ്പോൾ പോലെ പോയിക്കോട്ടെ ഗൈസ്. നമ്മൾ ഇനി അടുത്ത ആക്സിഡൻറ്റ് ഉണ്ടാക്കണ്ടല്ലോ. വണ്ടി ഇവിടെ ഒരു സൈഡാക്കി വെക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. നമ്മൾ ഏതായാലും ഇറങ്ങിയെന്ന് നമുക്ക് നേരെ വണ്ടി എടുത്ത് അവിടെ പോയി നോക്കട്ടെ ഗൈസ്. ആ വളവിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ വണ്ടി ഇവിടെ കിടക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ബസ്സിൻ്റെ കോല നോക്കി ഗൈസ്. ഫ്രണ്ടൊക്കെ ആകെ പോയില്ലുണ്ട്. ഡ്രൈവർ അപ്പനെ ചാടിയോണ്ട് ഡ്രൈവറിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ വണ്ടി ഇങ്ങോട്ട് സൈഡിലേക്ക് മറിഞ്ഞ് പോകുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ബേക്കത്തെ ലൈറ്റൊക്കെ ആരോ അടിച്ച് പൊക്കി എന്നിട്ട് ഗൈസ്. ഏതായാലും ഇവിടെ വണ്ണസൊക്കെ നിർത്തിയിട്ടുണ്ട്. വണ്ണസ് 2 ദിവസം ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇടിച്ച KSRTC ഇവിടെ ഉണ്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ KSRTC ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ടിട്ടാണ്. KSRTCക്ക് എൻജിന് ഫുൾ ഫെയിലായിരുന്നു. പിന്നെ നമ്മൾ MVD ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അതാ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പം MVDനോ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. KSRTCൻ്റെ ഭാഗത്താണ്. പിന്നെ ലൈറ്റ് വർക്കിൻ്റെ പേര് നമുക്കൊരു ഇതും വന്നില്ല കേട്ടോ ഗൈസ്. കാരണം MVD ഫുള്ള് പരിശോധിച്ചത് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. വണ്ടി ഫുള്ള് വർക്ക് കഴിഞ്ഞ വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഹെഡ്ലൈറ്റൊന്നും ഇല്ല ഗൈസ്. ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ഹെഡ്ലൈറ്റ് വെച്ച് ഫിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഡെവിലിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ വെച്ചേക്കുന്ന ഗൈസ് അതും പോയി ഗൈസ്. എന്ത് ചെയ്യാനാണ്? ഗവൺമെൻറ്റിൽ നിന്ന് പൈസ വെച്ചാൽ നല്ലത് വേറെ വഴിയില്ല ഗൈസ്. ചില്ലൊക്കെ അപ്പുറത്തായി നമ്മളെ അൻഷൂന്നൊക്കെ അല്ലേ നെയിം ബോർഡൊക്കെ അത് അവിടെ പോയി കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടി സ്റ്റാർട്ടാവുമെന്നില്ലേ അറിയില്ല കേട്ടോ ഗൈസ്. ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. അത് മതി. സ്റ്റാർട്ടാവില്ലേന്ന് അറിയില്ല. നമുക്ക് സ്റ്റാർട്ടാക്കി വെക്കാം. കറക്റ്റ് ടൈമിനാണ് മൈൻഡ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ടാക്കി വെക്കാം. എന്തായാലും കുടുങ്ങിയായിട്ട് കുറച്ച് പാടുണ്ട്. പിന്നെ നാളെ വണ്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറക്കുക. അപ്പം ഇറക്കുന്ന റൗണ്ട് ഫുള്ളാണ്ടിലേക്ക് ഇറക്കുന്നത്. അല്ലെങ്കിൽ ചൈനീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. വണ്ടി ചൈനീസ് ആക്കണമെന്നുള്ളവർ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 1S ഉണ്ട് സൈഡൊക്കെ എടുത്ത് പോകാൻ നിൽക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ ട്രിപ്പ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. 2 1S ഉണ്ട്. അപ്പം 2 ലൈസൻസാണ് കേട്ടോ. അപ്പം 1S കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. KSRTCക്കാണ് വണ്ടിക്ക് കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് കാര്യമില്ല. വണ്ടിയുടെ എൻജിൻ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. അച്ചാതി ഇടിയായിരുന്നു നമ്മൾ സിറ്റി. ഇത്രയുള്ള നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.